Hi friends, good day. Welcome to Best PSC. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കേരള PSCക്കുള്ള ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലെ 50 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള ഒരു മെത്തേഡിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ പറയുന്നില്ല. മാക്സിമം 50 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തിയറി പോർഷൻസ് മൊഡ്യൂൾ വൈസ് 3 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോർഷൻസിൽ നിന്ന് കേരള PSCക്ക് ചോദിച്ചിട്ടുള്ള മുൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, in any good staircase the maximum and minimum pitch respectively should be. In any good staircase the maximum and minimum pitch respectively should be 40 degree and 2 degree. 40 degree and 2 degree ഈ ഒരു കോണളവിലായിരിക്കണം സ്റ്റെയർ കേസിൻ്റെ മാക്സിമം ആൻഡ് മിനിമം പിച്ച് എന്ന് പറയുന്നത്. മാക്സിമം പിച്ച് 40 ഡിഗ്രിയിലും മിനിമം പിച്ച് 2 ഡിഗ്രിയിലും. 52nd question. Dash in a building means the free passage of clean air in a building. ഒരു ബിൽഡിങ്ങിൽ ക്ലീൻ പാസേജ് ഓഫ് എയറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് വെന്റിലേഷൻ ആണ്. അപ്പോൾ ഡാഷ് ഇൻ എ ബിൽഡിംഗ് മീൻസ് ദ ഫ്രീ പാസേജ് ഓഫ് ക്ലീൻ എയർ ഇൻ എ ബിൽഡിംഗ്, വെന്റിലേഷൻ. The treatment given to the roof of a building to prevent the roof from the leakage of water is known as damp proofing. The treatment given to the roof of a building to prevent the roof from the leakage of water is known as, അതായത് റൂഫിലെ വാട്ടർ ലീക്കേജിന് നമ്മൾ ഡാം പ്രൂഫിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ദ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ബിലോ ഗ്രൗണ്ട് ലെവൽ ഈസ് നോൺ ആസ്, അതായത് ഒരു കൺസ്ട്രക്റ്റഡ് ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ലെവലുള്ള പാർട്ടിനെ പറയുന്ന പേര് ഫൗണ്ടേഷൻ. ദ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ബിലോ ഗ്രൗണ്ട് ലെവൽ ഈസ് നോൺ ആസ് ഫൗണ്ടേഷൻ. 55th question. When the ground is sloping, dash foundations are used to correct the levels of the sloping ground on which the building is to be constructed. അതായത് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഫൗണ്ടേഷൻസിന് പറയുന്ന പേര് സ്റ്റീപ്ഡ് ഫൗണ്ടേഷൻ എന്നാണ്. സ്റ്റീപ്ഡ് ഫൗണ്ടേഷൻ. വെൻ ദ ഗ്രൗണ്ട് ഈസ് സ്ലോപ്പിംഗ്, സ്റ്റീപ്ഡ് ഫൗണ്ടേഷൻസ് ആർ യൂസ്ഡ് ടു കറക്റ്റ് ദ ലെവൽസ് ഓഫ് ദ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഓൺ വിച്ച് ദ ബിൽഡിംഗ് ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ്. അപ്പം സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ കറക്റ്റ് ലെവൽസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ്റെ പേരാണ് സ്റ്റീപ്ഡ് ഫൗണ്ടേഷൻ. 56th question. Which type of foundation is used for the construction of building on black cotton soil? ബ്ലാക്ക് കോട്ടൺ സോയിൽ, അതായത് കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയില്ല, ബ്ലാക്ക് കോട്ടൺ സോയിൽ. അവിടെ വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് എന്നാണ്. മാറ്റ് ഫൗണ്ടേഷൻ. മാറ്റ് ഫൗണ്ടേഷനാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ഉള്ള സ്ഥലത്ത് ഉള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫൗണ്ടേഷൻ. 57th question. A common footing provided for 2 or more columns is known as. 2 or more columnsന് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഫൂട്ടിങ്ങിൻ്റെ പേരാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കോമൺ ഫൂട്ടിംഗ് ഫോർ 2 or more columns, കമ്പൈൻഡ് ഫൂട്ടിംഗ്. 58th question. The built up area measured and the plinth level is known as. പ്ലിന്ത് ലെവലിന് പറയുന്ന പേര് പ്ലിന്ത് ഏരിയ. ബിൽറ്റ് അപ്പ് ഏരിയ മെഷേർഡ് ആൻഡ് ദ പ്ലിന്ത് ലെവൽ ഈസ് നോൺ ആസ് പ്ലിന്ത് ഏരിയ. 59th question. The part of the building above the ground level and up to the floor level immediately above the ground is known as plinth. അതായത് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് എബോവ് ദി ഗ്രൗണ്ട് ലെവലിന് എബോവ് ആൻഡ് അപ് ടു ദ ഫ്ലോർ ലെവൽ, ഫ്ലോർ ലെവലിന് അപ് ടു ലെവലിലായിട്ട് ഇമ്മീഡിയറ്റ്ലി എബോവ് ദി ഗ്രൗണ്ടിൻ്റെ മുകളിലുമാണ് ഫ്ലോർ ലെവലിൻ്റെ സെയിമുമായിട്ട് വരുന്ന പോർഷനെ പറയുന്ന പേരാണ് പ്ലിന്ത് ലെവൽ. നെക്സ്റ്റ്, വാട്ട് ഷുഡ് ബി ദ ആവറേജ് ഹൈറ്റ് ഓഫ് പ്ലിന്ത്? പ്ലിന്തിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 300 to 450 mm ആണ്. അപ്പോൾ വാട്ട് ഷുഡ് ബി ദ ആവറേജ് ഹൈറ്റ് ഓഫ് എ പ്ലിന്ത്? 300 mm to 450 mm. ദ പോർഷൻ ബിലോ ദി പ്ലിന്ത് ലെവൽ ഈസ് നോൺ ആസ് സബ്സ്ട്രക്ചർ. അപ്പോൾ പ്ലിന്ത് ലെവലിൻ്റെ ബിലോ ഉള്ള പോർഷന് പറയുന്ന പേരാണ് സബ്സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു സബ്സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ പെടുന്നത് ഫൗണ്ടേഷൻ ആണ്. ഡാഷ് ഈസ് ദ പാർട്ട് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് എബോവ് ദി പ്ലിന്ത് ലെവൽ. അതായത് ഫൗണ്ടേഷൻ്റെ മുകളിൽ, സബ്സ്ട്രക്ചറിന് മുകളിൽ വരുന്നത്, പ്ലിന്ത് ലെവലിന് മുകളിൽ വരുന്നത് എല്ലാം എന്താണ്? സൂപ്പർ സ്ട്രക്ചർ. ഡാഷ് ഈസ് ദ പാർട്ട് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് എബോവ് ദി പ്ലിന്ത് ലെവൽ, സൂപ്പർ സ്ട്രക്ചർ.
63rd question. How many methods of plane table surveying are there? ഏതെല്ലാം മെത്തേഡ്സ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് ആണുള്ളത്? പ്ലെയിൻ ടേബിൾ സർവേയിങ് 4 മെത്തേഡ്സ് ആണുള്ളത്. പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് എ ഡാഷ് മെത്തേഡ്. പ്ലെയിൻ ടേബിൾ സർവേയിങ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് എ ഡാഷ് മെത്തേഡ് ചോദിച്ചാൽ ഗ്രാഫിക്കൽ മെത്തേഡാണ്. How many types of a compass are used in surveying? കോമ്പസ് സർവേയിങ് എത്ര ടൈപ്സ് ഓഫ് കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നത്? 2 ടൈപ്സ് ഓഫ് കോമ്പസ് ആണ് കോമ്പസ് സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ആൻ ഓഫ്സെറ്റ് ഈസ് എ ഡാഷ് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജെക്ട് മെഷേർഡ് ഫ്രം ദി സർവേ ലൈൻ. ലാറ്ററൽ ഡിസ്റ്റൻസ്. ആൻ ഓഫ്സെറ്റ് ഈസ് എ ഡാഷ് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജെക്ട് മെഷേർഡ് ഫ്രം ദി സർവേ ലൈൻ. സർവേ ലൈനിലെ ഓഫ്സെറ്റ് എത്ര വരുന്ന ആ ഡിസ്റ്റൻസിന് പറയുന്ന പേര് ലാറ്ററൽ ഡിസ്റ്റൻസ് ആണ്. How many types of chains are used in chain surveying? 5 types of chains ആണ് chain surveying യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ടൈപ്സ് ഓഫ് ചെയിൻസ് ആണെന്ന് ചോദിച്ചാൽ 5 ടൈപ്സ് ഓഫ് ചെയിൻസ് ആണ് ചെയിൻ സർവേയിങ് യൂസ് ചെയ്യുന്നത്. The process of location of intermediate points on a survey lines is called ranging. അതായത് ഇന്റർമീഡിയറ്റ് പോയിന്റ് സർവേ ലൈൻസിൽ വരുന്ന ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ് ഓഫ് ലൊക്കേഷൻ ആണ്. ആ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റേഞ്ചിങ്. 69th question. The biggest of the survey line is called. Biggest survey line നമ്മൾ പറയുന്ന പേരാണ് ബേസ് ലൈൻ. Biggest survey line ബേസ് ലൈൻ. 70th question. Chain surveying uses the principle of triangulation. ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ട്രയാങ്കുലേഷൻ പ്രിൻസിപ്പിൾ ആണ്. 71th question. The book in which chain measurements are entered is called. ചെയിൻ മെഷർമെന്റ്സ് എല്ലാം എൻ്റർ ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേരാണ് ഫീൽഡ് ബുക്ക്. The book in which chain measurements are entered is called field book. Survey stations may be marked on the ground using a dash. Peg എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തിട്ടാണ് സർവേ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യുന്നത്. സർവേ സ്റ്റേഷൻസ് may be marked on the ground using a peg. How many types of benchmark are there? എത്ര ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്സ് ആണുള്ളത്? 2 ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക് ആണുള്ളത്. 74th question. Plane and geodetic surveying are classification of surveying based on Earth's curvature. പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയും ഇതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് അത് എർത്ത്സിൻ്റെ കർവേച്ചർ ബേസിലാണ്. എർത്ത് കർവേച്ചർ ബേസിലാണ് പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 75th question. How many chief types of levels are used in leveling? ലെവലിങ്ങിൽ എത്ര ടൈപ്സ് ഓഫ് ലെവൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? 4 ലെവൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡംബി ലെവൽ, അവിടെ ഡി ഉണ്ട് കേട്ടോ, സോറി അമ്പി അല്ല, ഡംബി ലെവൽ, വൈ ലെവൽ, റിവേഴ്സിബിൾ ലെവൽ ആൻഡ് ടിൽറ്റിംഗ് ലെവൽ. ഡംബി ലെവൽ, വൈ ലെവൽ, റിവേഴ്സിബിൾ ലെവൽ ആൻഡ് ടിൽറ്റിംഗ് ലെവൽ. ഇതിനെ മെയിനായിട്ടും 4 ചീപ്പ് ടൈപ്സ് ഓഫ് ലെവൽസ് ആണ് ലെവലിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എ ലെവലിംഗ് സ്റ്റാഫ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ആണ് എ ലെവലിംഗ് സ്റ്റാഫ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ്. 77th question. For accurate leveling, dash is attached inside telescope in an automatic level. Compensator. For accurate leveling, dash is attached inside telescope. ടെലസ്കോപ്പിൻ്റെ അകത്ത് അറ്റാച്ച് ഇരിക്കുന്നത് ഫോർ അക്യുറേറ്റ് ലെവലിങ്ങിന് എന്താണെന്ന് ചോദിച്ചത് കോമ്പൻസേറ്റർ. In chain surveying, tie lines are primarily provided. Chain surveying, tie lines are primarily provided to avoid long offsets from chain lines. ചെയിൻ ലൈൻസിലുള്ള ലോങ് ഓഫ്സെറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയിൻ സർവേയിങ്ങിൽ നമ്മൾ ടൈ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓഫ്സെറ്റ് മോർ ദാൻ 15 മീറ്റർ ഇൻ ലെങ്ത് ഈസ് കാൾഡ് ലോങ് ഓഫ്സെറ്റ്. അതായത് 15 മീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉള്ള ഓഫ്സെറ്റിന് പറയുന്ന പേരാണ് ലോങ് ഓഫ്സെറ്റ്. തിയോഡോലൈറ്റ് സ്റ്റാൻഡേർഡ്സ് ഹാവിങ് ഷേപ്പ് ഓഫ്. അതായത് തിയോഡോലൈറ്റ് സ്റ്റാൻഡേർഡ്സിന് കൊടുക്കുന്ന അതിനുള്ള ഷേപ്പ് ഏത് സ്ട്രക്ചറാണ്, ഏത് ഷേപ്പാണ്? ക്യാപിറ്റൽ എയുടെ ഷേപ്പാണ്. മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് ഫോർ ദി ടെക്യോമീറ്റർ ഈസ് ജനറലി. ടെക്യോമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ്, മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ഏതാണ്? 100 ആണ്. മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് ഫോർ ടെക്യോമീറ്റർ ഈസ് ജനറലി 100. The simplest figure which can be plotted without angles but with sides. Triangle. അതായത് നമ്മൾ പറഞ്ഞു ട്രയാങ്കുലേഷൻ പ്രിൻസിപ്പിളിൽ ട്രയാങ്കിൾസ് പ്ലോട്ട് ചെയ്തിട്ടാണ് അവിടെ ആംഗിൾസ് മെഷർ ചെയ്യാതെ 3 സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് പ്ലോട്ട് ചെയ്യാം.
83rd question. When surveying control from a single station and in smaller area, the method of surveying is called radiation. When surveying control from a single station and in smaller area, the method of surveying is called radiation. Least count of transit theodolite reading is 20 seconds. അപ്പോൾ തിയോഡോലൈറ്റ് റീഡിങ്ങിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുന്ന ഇത് എത്ര ടൈം എടുക്കാൻ 20 സെക്കൻഡ്സിലാണ് അതിൽ ലീസ്റ്റ് കൗണ്ട് എടുക്കുന്നത്. 85th question. Number of links in a 30 meter metric chain is 30 meter metric chainൽ എത്ര ലിങ്ക്സ് ഉണ്ടായിരിക്കും, അതിൽ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ്? 150 ലിങ്ക്സ് ആണ് 30 meter metric chainൽ ഉള്ളത്. 86th question. Axis about which telescope of theodolite can be rotated in horizontal plane is known as? Vertical axis ആണ് ഇതിലുള്ളത്. Axis about which telescope of the theodolite can be rotated in horizontal plane is known as vertical axis. Which of the following is the classification based upon the system of surveying? സിസ്റ്റം ഓഫ് സർവേയിങ്ങിൽ നമ്മൾ ട്രയാങ്കുലേഷൻ സർവേയിങ് ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദി സിസ്റ്റം ഓഫ് സർവേയിങ്? ട്രയാങ്കുലേഷൻ സർവേയിങ്. പോയിന്റ് ഓഫ് കർവ് ഈസ് ആൾസോ നോൺ ആസ് ബിഗിനിങ് ഓഫ് കർവ്. പോയിന്റ് ഓഫ് കർവിൻ്റെ മറ്റൊരു പേരാണ് ബിഗിനിങ് ഓഫ് കർവ്. സെക്സ്റ്റന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗി. സെക്സ്റ്റന്റ് യൂസ് ചെയ്തിരിക്കുന്നത് മെഷറിംഗ് ഓഫ് ആംഗി. 90th question. The accuracy of measurement in chain surveying does not depend upon. അതായത് ചെയിൻ സർവേയിങ്ങിൻ്റെ മെഷർമെൻറ്റ്സിൻ്റെ അക്യുറസീനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻസും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ജനറൽ ലേ ഔട്ട് ഓഫ് ദി ചെയിൻ ലൈൻസ്. ചെയിൻ ലൈൻസിൻ്റെ ജനറൽ ലേ ഔട്ട്, അതിൻ്റെ അക്യുറൻസി. ഇവിടെ ശരിക്കും അക്യുറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് എഴുതേണ്ടിയിരുന്നത്. സോറി. ദ അക്യുറസി ഓഫ് മെഷർമെൻറ്റ് ഇൻ ചെയിൻ സർവേയിങ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ജനറൽ ലേ ഔട്ട് ഓഫ് ദി ചെയിൻ ലൈൻസ്. എന്തായാലും ചെയിൻ ലൈൻസിൻ്റെ ജനറൽ ലേ ഔട്ടിന് അതിൻ്റെ അക്യുറസി മെഷർമെൻറ്റ്സ് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 91st question. എ ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ബിയറിംഗ്. ബിയറിംഗ് ഓഫ് എ ലൈനിൻ്റെ മറ്റൊരു പേരാണ് ട്രൂ ബിയറിംഗ്. വൺ ഓഫ് ദി ഡ്യൂട്ടീസ് ഓഫ് ലീഡർ ഇൻ എ ചെയിൻ സർവേയിങ് ഈസ്. ചെയിൻ സർവേയിങ്ങിൻ്റെ ലീഡറുടെ ഡ്യൂട്ടി ടു ഒബേ ഇൻസ്ട്രക്ഷൻ ഓഫ് ഫോളോവർ. ഫോളോവറുടെ ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ലീഡർ ഇൻ എ ചെയിൻ സർവേയിങ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു കർവ്ഡ് ലൈൻസ് ഈസ് നോൺ ആസ് സ്ഫെറിക്കൽ ആംഗിൾ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു കർവ്ഡ് ലൈൻസ് ഈസ് നോൺ ആസ് സ്ഫെറിക്കൽ ആംഗിൾ. 94th question. GIS നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. GIS യൂസസ് ദ ഇൻഫർമേഷൻ ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഴ്സസ്. ഏതെല്ലാം സോഴ്സസ് നിന്നാണ് GIS ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? സ്പാഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം. GIS യൂസസ് ദ ഇൻഫർമേഷൻ ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഴ്സസ്? സ്പാഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം. What is driven or filled in the soft ground during marking of survey stations? മാർക്കിംഗ് ഓഫ് സർവേ സ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് ഗ്രൗണ്ടിൽ എന്താണ് ഫില്ല് ചെയ്യുന്നത്? വുഡൻ പെഗ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ സർവേ ചെയ്യുമ്പം അത് വുഡൻ പെഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവേ ചെയ്ത് പോരുന്നത്. ഗ്രൗണ്ടിൽ, സോഫ്റ്റ് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ വുഡൻ പെഗ്സ് ആണ് ഫില്ല് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ചെയിൻ സർവേ? ചെയിൻ സർവേയിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റണ്ണിങ് സർവേ ലൈൻസ് ആണ്. അപ്പം വാട്ട് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ചെയിൻ സർവേയിങ്? റണ്ണിങ് സർവേ ലൈൻസ്. The book in which the chain or tape measurements are entered is called field book. അപ്പോൾ ചെയിൻ സർവേയിൻ്റെ ടേപ്പിൻ്റെയും ചെയിനിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീൽഡ് ബുക്ക്. എ ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ഈസ് കോൾഡ് ഡാഷ് ബെഞ്ച് മാർക്ക്. ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ഈസ് കോൾഡ് ബെഞ്ച് മാർക്ക്. 1 hectare ഈസ് ഈക്വൽ ടു 10,000 സ്ക്വയർ മീറ്റർ. 1 hectare എന്ന് പറയുന്നത് 10,000 സ്ക്വയർ മീറ്റർ ആണ്. 100th question. A surface parallel to mean spheroidal surface of earth is called level surface. A surface parallel to mean spheroidal surface of earth is called level surface. അപ്പം ഞാനിതിൽ 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫറിക് പാത്ത് ഡിസ്റ്റർബൻസ്? അപ്പോൾ അറ്റ്മോസ്ഫറിക് പാത്ത് ഡിസ്റ്റർബൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്
താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മോഡേൺ GPS സർവേയിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫറിക് പാത്ത് ഡിസ്റ്റർബൻസ്? മോഡേൺ GPS സർവേയിങ്, GPS ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം സർവേയിങ്. Which among the following indicates the correct set of static GPS surveying technology classification? Long and short baselines. Which among the following indicates the correct set of static GPS surveying technology classification? Long and short baselines. അപ്പം നമ്മൾ ഏകദേശം 100 ക്ലാസ്സസ് നമ്മുടെ 3 മൊഡ്യൂൾസിലെ ബേസിൽ ഡിസ്കസ് ചെയ്തു. എല്ലാ ഏരിയയിലും ടച്ച് ചെയ്യുന്ന ഒരു വിധം ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സസ് ഇഷ്ടമാവുകയാണെങ്കിൽ വീണ്ടും പറയാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. നിങ്ങൾ എല്ലാം ഇനി 10 ഡേയ്സേ ഉള്ളൂ, എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, ബുക്സുകളും മറ്റ് സോഴ്സസും കൂടെ നോക്കുക. സോ ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.